ഇസ്ലാം മത വിമർശകരുടെ പിന്നാലെ വാളും പരിചയും എടുത്ത് മദ്രസകളിൽ പഠിച്ച വീട്ടിലെ തറവാട്ടിൽ നിന്നും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തെറിവിളികളുമായിട്ട് രംഗത്തിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഉസ്താദുമാരായിട്ടുള്ള പട് ജാഹിലുകളുടെ വായിക്ക് സിബിടണം. അവന്മാർ ഇത്തരം വിഡ്ഢിക്കഥകൾ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ വളർച്ചയിൽ നിന്നും പുരോഗതിയിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നുമൊക്കെ തടയുന്നത് കൊണ്ടാണ് ഇവന്മാരുടെയൊക്കെ ഈ വിഡ്ഢി കഥകൾ എടുത്ത് നമുക്ക് പുറത്ത് പറയേണ്ടി വരുന്നത്. ഇസ്ലാമില് അതിനും തെളിവുണ്ട്, ഇതിനും തെളിവുണ്ട്. പട്ടിയിറച്ചി തിന്നാനും തെളിവുണ്ട്, പട്ടിയെ തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകാനും തെളിവുണ്ട്. ഷാഫി ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ചിട്ടാണെങ്കിൽ വ്യഭിചാര സന്തതിയെ കേട്ടാം. ഇയാൾ നല്ല പ്രായത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കള്ളവെടി വെച്ചു, അതിനകത്തൊരു കുട്ടിയുണ്ടെങ്കിൽ സ്വന്തം ബീജത്തിലാണല്ലോ ജനിച്ചത്, കള്ളവെടിയാണെങ്കിലും അതിനെ കേട്ടാൻ വരെ ഇസ്ലാമിൽ തെളിവുണ്ട്. അപ്പോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും കള്ളക്കഥകളും വിഡ്ഢിത്തങ്ങളും വിവരക്കേടുകളും ഒക്കെ വിളിച്ചു പറയുന്ന ഈ മടയന്മാര് കാരണമാണ് നമുക്ക് നിങ്ങളുടെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ഇത് ഈ ഗ്രന്ഥം മൊത്തവും പൊട്ടക്കഥകളാണ് എന്ന് പബ്ലിക്കിനോട് വിളിച്ചു പറയേണ്ടി വരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഇവരെയാണ്, ഇവരെ കേട്ടോ. ഇന്നലെ കാണിച്ചതിന്റെ ബാക്കി ചെറിയ 1-2 വീഡിയോകൾ കൂടി ഒന്ന് കാണിക്കാൻ. അതല്ല നുജൂമേ, നമ്മള് ഒരാളെ കാണണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകുമല്ലോ. ചിലപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയതല്ല ശരിയായ ഇസ്ലാം, നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരാനാണെങ്കിലോ ശരി. എന്താണ് കുയിക്ക് എന്തോ വേണമെന്ന് തോന്നുന്നു. റെനി ഒന്ന് നോക്ക്, എന്തോ കൊടുക്കണം എന്നൊക്കെ പറയുന്നു. ഓക്കെ തമ്പുരാൻ, നമ്മുടെ മോഡറേറ്റേഴ്സ് നോക്കിക്കോളും അതൊക്കെ. അപ്പോ ഇന്നലെ നമ്മൾ 1-2 വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ചില അലയൊലികൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ചില ആളുകൾ വന്നിട്ട് പൂര തെറിവിളിയാണ്. ശരി, എന്നാ പിന്നെ എന്റെ വാപ്പായും ഉമ്മായൊക്കെ അവര് ഫ്രീ ആയിട്ടൊന്ന് ഓർക്കുന്നെങ്കിൽ എന്തിനാ വെറുതെ വേണ്ടാന്ന് വിചാരിക്കുന്നത്. എന്നാ പിന്നെ അങ്ങ് ഓർത്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. എല്ലാ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങള്. ലൈവിന്റെ പ്രശ്നമാണോ? എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അതിരിക്കട്ടെ, ഇപ്പൊ ഇവര് പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് സുന്നികൾ ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് പിടിക്കുന്നില്ല, ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് മുജാഹിദുകൾക്ക് പിടിക്കുന്നില്ല. ഇങ്ങനെ ഇവരിപ്പോൾ പരസ്പരം ചെളിവാരി എറിയൽ തുടരുവാണ്. അപ്പോ നമ്മൾ പറയുമ്പോ അല്ല, നിങ്ങൾ ഏത് തരത്തിലുള്ള വിശ്വാസത്തെയാണ് എതിർക്കുന്നത് എന്ന് ചോദിക്കും. നമ്മൾ ഈ ഖുറാഫികളുടെ ഈ കെട്ടുകഥകളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് കാണിക്കും. ഇവരെന്താ പറയുന്നതിനും അവർ ശരിയായ മുസ്ലിം അല്ല. ശരിയായ മുസ്ലിമിന്റെ സർട്ടിഫിക്കറ്റ് ഏത് പ്രസ്സിൽ നിന്നാണ് അടിച്ചിറക്കുന്നത് എന്ന് ഇവര് പറയാൻ. കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. എല്ലാ വഹാബി കുഞ്ഞാടുകൾക്കും മൗലവിമാർക്കും വഹാബി കുട്ടികൾക്കും ഈ വീഡിയോ നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇൻഷാ അല്ലാഹ്. എന്റെ നാട് വെളിമുക്കാണ്. വെളിമുക്കായ എന്റെ നാടില് എന്റെ ഉപ്പാപ്പയുണ്ട്, മൊയ്തീൻ മുസ്ലിയാരുണ്ട്. ഈ മൊയ്തീൻ മുസ്ലിയാരും കെ എൻ മൗലവി സാഹിബും രണ്ടാളും ശരീക്കന്മാരാണ്. രണ്ടാളും ശരീക്കന്മാരായിരുന്നു. ആ ശരീക്കന്മാരായി ഓതിന്റെ അടിസ്ഥാനത്തിൽ കെ എൻ മൗലവി ഉപ്പാപ്പാന്റെ ഖബർ സിയാറത്തിന് വരാറുണ്ട് വെളിമുക്കിൽ. അപ്പൊ കെ എൻ മൗലവി വരല എങ്ങനെയാ നിങ്ങള് ഒരു കമ്മീസൊക്കെ ഇട്ട് കൈകെട്ടൊക്കെ കെട്ടി അതിനൊരു വാലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ വന്നിരുന്ന കെ എം മൗലവിന്റെ അതേ രൂപത്തിലാണോ ഇന്നുള്ള മൗലവിമാരെടുക്കണേ? അല്ല, അതേ കെ എം മൗലവി സാഹിബ് തന്നെ മമ്പറത്ത് വന്ന് സിയാറത്ത് ചെയ്യും. എവിടെ അറിയോ? മമ്പറത്തെ മക്കാമിന്റെ പുറത്ത് നിന്നിട്ട് ഒരു സിയാറത്ത് ചെയ്യും പോകുമ്പോൾ. എന്നിട്ട് അവിടെ കൂടുന്ന ആൾക്കാരോട് പറയും, ഇതായി കിടക്കുന്ന ആളെങ്ങൾക്കറിയോ? ഇയാളെ ഹയാത്ത് കാലത്ത് നിങ്ങൾ ഒച്ചട്ട് സംസാരിക്കും.
സംസാരിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് അയാളെ വഫാത്തിന് ശേഷം പറഞ്ഞ ഒച്ച സംസാരിക്കരുതെന്ന് എന്ന് മമ്പറത്ത മക്കാമിൽ വന്നു കൂടുന്ന ആളുകളോട് ഉപദേശം ചെയ്തിരുന്ന അയാൾ ആനേതാ ആലോചിക്കാൻ നിങ്ങൾ? അദ്ദേഹത്തിനൊക്കെ അയാൾ മൗലൂദിനെതിരായിരുന്നോ? ഇല്ല. പക്ഷെ അയാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മൗലൂദ് ദാസൻ എന്നാൽ ഒരു ഹദീസിന് അർത്ഥം വെക്കുമായിരുന്നു, അതിന് വായന പറയും, അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോ അങ്ങനെ ഉണ്ടോ? അതൊക്കെ പോയി. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും മുറിച്ച് മുറിച്ച് നഷ്ടപ്പെടുന്ന രൂപത്തിൽ മൗലവിമാർ രംഗത്ത് വന്നുകൊണ്ട് നാശമുണ്ടാക്കുമ്പോൾ അതിന്റെ എതിരിൽ വിരൽ ചുമന്നുകൊണ്ടുന്ന ഏക സംഘടന സമസ്ത കേരള യുവജന. കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ, കണ്ണിൽ കോല് കിടക്കുകയാണ് നിങ്ങളുടെ, എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ പോകരുതേ എന്നൊരു ചൊല്ലിലെ, അതുപോലെയാണ് ഇവരുടെ കാര്യം. ഇവരിപ്പോൾ പരസ്പരം മലർന്നു കിടന്ന് തുപ്പിക്കൊണ്ടിരിക്കുക, ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ നാറുന്നത് എന്ന് ഇവർക്ക് തന്നെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിട്ട്. അടുത്ത ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും. ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് തിരിഞ്ഞ് ഞങ്ങൾ നടന്നാലേ കറക്റ്റായിട്ട് കാണാക്കുള്ളിലെത്തും. അല്ല, അങ്ങനെയാണെങ്കിലേ സ്വർഗത്തിൽ എത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമല്ലേ അത്? ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കുക, തിരിഞ്ഞു നടക്കുക. ഈ മലരന്മാരെയൊക്കെ പിടിച്ച് പബ്ലിക്കിൽ കെട്ടി വെച്ചിട്ട് അട്ടിക്കണം. വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഓരോന്ന് ഇറങ്ങി തിരിച്ചിരിക്കുവാണ് പബ്ലിക്കിൽ. എന്തുവാടെ നീയൊക്കെ ഈ പറയുന്നത്? പറയുന്നതിനൊക്കെ എന്തെങ്കിലും കുറ്റം ചിലപ്പോൾ അങ്ങ് പറയുക തന്നെ, വായി തോന്നുന്നത് എന്തുവാ അത്. അടുത്ത വാണം. എന്റെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സുന്നി പണ്ഡിതന്മാരുടെ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ട്, വഹാബി മൗലവിമാരുടെ ശബ്ദവും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരാറുണ്ട്. ഇതിൽ ഏതാണ് ഉസ്താദെ ശരിയെന്ന കൺഫ്യൂഷനിലേക്ക് നിങ്ങൾ നീങ്ങുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കാൻ ഫൈസൽ മൗലവി കടന്നു വരുന്നുണ്ട്. എന്താണ് ഇദ്ദേഹത്തിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് നിങ്ങളൊന്ന് കേൾക്കുക. നമ്മളെന്താ ചെയ്യാം? അത് ശരിയാകും. മറ്റൊന്ന് കേട്ടാലോ, പല തീവ്രവാദിയ, പല പുത്തൻവാദിയ, പല വഹാബിയ, പേച്ചത, മിണ്ടാൻ പോലും പാടില്ല, സലാം ചെല്ലാൻ പോലും പാടില്ല എന്നാ പറയാ. എന്താ ഇപ്പൊ നമ്മൾ ചെയ്യാന്ന? എളുപ്പമുള്ള പണി ഞാൻ പറഞ്ഞു. ഇതിനൊക്കെ കൃത്യമായി തീരുമാനം കിട്ടാൻ 5 മിനിറ്റ് കൊണ്ടെല്ലാം തീരുമാനമാക്കും. 5 മിനിറ്റ് ഏറൊന്നും മതി. ഫൈസൽ മൗലവി 5 മിനിറ്റ് ഒന്നും വേണ്ട, അതിനെക്കാട്ടി മുമ്പ് നമുക്ക് സാധാരണക്കാരായ നമ്മുടെ ജനങ്ങൾക്ക് കാര്യം ബോധിപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ കേട്ടു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മധു പറയുന്നവരാണ് മുജാഹിദുകൾ, സലഫികൾ. ചില സന്ദർഭങ്ങളിൽ അത് പറയേണ്ടത് നിർബന്ധമായി വരികയും ചെയ്യും. റഫീഖ് സലഫി, നിങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ അണികളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി വേറൊരു കാര്യമോ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. മതി പറയാനല്ല അല്ല പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മധു പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായിട്ടല്ല പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. അപ്പോ ഇവിടെ ബോധമില്ലാത്തത് റഫീഖ് സലഫിക്ക് ആയിരിക്കും അല്ലേ? സംശയമാവുന്നുണ്ടോ? എന്നാൽ ആ സംശയം മാറ്റാം. വേറൊരു സദസ്സിൽ ഫൈസൽ മൗലവി പറയുന്നുണ്ട്. അതെന്താണ്? പ്രശംസിക്കാതിരിക്കാൻ ഇദ്ദേഹം ഇത് പറയുമ്പോ മുജാഹിദ് ബാലുവേട്ടൻ എന്താ പറയുന്നതെന്ന് നിങ്ങളൊന്ന് കേൾക്കുക. മതി പറയാനല്ല അല്ല പറയുന്നത്, മതി പറയാനല്ല അല്ല പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു 2 സ്റ്റേജ് കേട്ടാം. 2 സ്റ്റേജിൽ ഇവർ 2-3 പേരെയും കൊണ്ട് ഇരുത്താം. എന്നിട്ട് ഈ അണികളെല്ലാം 2 സ്റ്റേജുകളിലായിട്ട് കേൾക്കാനുള്ള ശ്രോതാക്കളായിട്ട് കൊണ്ടിരുത്താം. ഈ സദസ്സൊക്കെ വിട്ടുപിരിഞ്ഞ് കഴിയുമ്പോൾ ഈ അണികളെ തമ്മിൽ ഒന്ന് സംസാരിപ്പിച്ചു നോക്കണം. അപ്പൊ ഇവര് തമ്മിൽ മിക്കവാറും അടിയുണ്ടാവും. കാര്യം ഇവര് തർക്കിക്കും, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പൊ അപ്പുറത്ത് നിന്നുകൊണ്ട് ഫൈസൽ മൗലവിയുടെ ശബ്ദം കേട്ടവർ പറയും, നിങ്ങൾക്ക് തെറ്റിയതാണ്, ഫൈസൽ മൗലവി അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോ പുറത്ത് ഗൾഫിൽ നിന്നോട് കുറച്ച് ആൾക്കാർ പറയും, റഫീഖ് സലഫി ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇവരുടെ അവസ്ഥ. ഇവരുടെയൊക്കെ വാക്കുകളിലുള്ള വൈരുദ്ധ്യങ്ങൾ കണ്ടിട്ടായിരിക്കാം ചിലപ്പോ ഒരുപക്ഷെ ഈ മുജാഹിദുകാരൻ അറിയാതെ തന്നെയാണെങ്കിലും സുന്നിയാണെന്ന് പറയാൻ കൊതിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അതെന്താണ്? അതൊന്ന് കേട്ടു നോക്കി. സുന്നികളായി ഞങ്ങളെ കുറിച്ച് എന്താ സമസ്തക്കാരും അറിയാം, സുന്നികളായി ഞങ്ങളെ കുറിച്ച് എന്താ സമസ്തക്കാരും അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒന്ന് സുന്നി എന്ന് വിളിച്ചു കേൾക്കാൻ അല്ലെങ്കിൽ സുന്നി ആദർശത്തിലേക്ക് ഒന്ന് വരാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. എന്ത് തന്നെയായിരുന്നാലും എനിക്ക് കാര്യം മനസ്സിലായില്ലേ? 5 മിനിറ്റ് പോലും എടുത്തില്ല ഫൈസൽ മൗലവി, കാര്യങ്ങളൊക്കെ തീരുമാനത്തിലായി. അതുകൊണ്ട് സാധാരണക്കാരായ ശ്രോതാക്കളോട് ഞാൻ പറയുകയാണ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കണം. പാവങ്ങളായ ഒരുപാട് ആളുകൾ ഇവരുടെ വാക്കുകളുടെ വൈരുദ്ധ്യങ്ങളിൽ പെട്ട് ഈമാൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അപ്പൊ എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. സുന്നി മൗലവിമാര് പറയുന്നതാണല്ലോ ശരിയായിട്ടുള്ള ഇസ്ലാം. ആ സുന്നി പണ്ഡിതന്മാർക്ക് എന്താണ് പബ്ലിക്കിനോട് ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച്,
മറ്റുള്ള ആശയങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കാം. നമ്മളൊരു കാര്യത്തെ വിമർശിക്കുമ്പോൾ വസ്തുതകൾ ഉണ്ടാകണമല്ലോ. ശരി, ആകെ സുന്നി മുസ്ലിയാക്കന്മാർക്ക് ഏതേത് സാഹചര്യത്തിലും പറയാനുള്ളത് എന്തിനെ സംബന്ധിച്ചിട്ടാണ്? ഇപ്പൊ പറഞ്ഞു സുന്നി ഇപ്പൊ അധ്യാപകരും രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവർക്കും പറയാനുള്ളത് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. എന്നാലും അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പറഞ്ഞു വരും. ഉടുപ്പ്, ബെഡ്ഷീറ്റ്, പെണ്ണിന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാകരണം വിശദീകരണം. ഇ.പി. അബൂബക്കർ കാസിമിയ. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവളെ കിടക്കണം. ഖുർആൻ പറയുന്നു അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. അല എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫൗഖ് മുകളിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ. പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം. പക്ഷെ ഇന്ദ്രിയസ്ഖലനം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ കിടന്നുകൊണ്ടാകരുത്. കിഡ്നി, മൂത്രസന്ധി, പിത്താശയസന്ധി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബന്ധപ്പെടാം. പക്ഷേ ശീഘ്രസ്ഖലനം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ, ഭർത്താവ് മുകളിൽ. അതാണ് ഖുർആൻ. ഇവർക്കേത് സാഹചര്യങ്ങളിലും ഈ സുന്നി മൗലവിമാർ പബ്ലിക്കിൽ പ്രസംഗിക്കുന്നത് ഈ കളി, കുളി, ബെഡ്റൂമിലെ സെക്സ്, ഇതെങ്ങനെ ചെയ്യണം, അതുപോലെ മനീയെ വതിയെ തുടങ്ങിയ ശുക്ലത്തെക്കുറിച്ചും ബീജത്തെക്കുറിച്ചും കുട്ടികളെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അല്ലാതെ ഇവന്മാരെവിടെ എന്ത് രൂപത്തിലുള്ള സംസ്കരണ പ്രക്രിയ നടത്തിയിട്ടുള്ളത്? കുറേമാർ ഇറങ്ങിയിട്ടുണ്ട്. സ്വപ്നസ്ഖലനം, സ്വപ്ന വ്യാഖ്യാനം, ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾ എന്തോ